പൈവളികെ ജോഡ്കലിൽ വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 1.5 വയസ്സുകാരന്റെ മുഖത്ത് തെരുവുനായ കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. ഗുരുപ്രസാദ് തുളസി ദമ്പതികളുടെ മകൻ ഋതുരാജിനാണ് സാരമായി പരിക്കേറ്റത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. അമ്മയുടെ സമീപത്ത് വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയെ 10ഓളം തെരുവ് നായ്ക്കൾ കൂട്ടമായി എത്തി ആക്രമിക്കുകയായിരുന്നു. അക്രമത്തിനിടെ ഒരു നായ കുട്ടിയുടെ മുഖത്ത് കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. കുട്ടിയുടെ നിലവിളി കേട്ട് വീട്ടുകാരും നാട്ടുകാരും ഓടിയെത്തിയതോടെയാണ് നായ്ക്കൾ പിന്മാറിയത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ പൈവളികെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ മുഖത്തെ പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിന് പിന്നാലെ പ്രദേശത്ത് വലിയ ആശങ്കയാണ് ഉയർന്നത്. ആക്രമണം നടത്തിയ നായയെ ഇതുവരെയായും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇതേ നായ പശുവിനെയും പൂച്ചയെയും കടിച്ചതായും നാട്ടുകാർ ആരോപിച്ചു. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും ഇത് സംബന്ധിച്ച് പഞ്ചായത്തിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലപ്രദമായ നടപടി ഉണ്ടായിട്ടില്ലെന്നും കുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. കൂട്ടമായി നായ്ക്കൾ സഞ്ചരിക്കുന്നതിനാൽ ആളുകൾക്ക് റോഡിലൂടെ സുരക്ഷിതമായി നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും നാട്ടുകാർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് തെരുവുനായ ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും അക്രമകാരിയായ നായയെ എത്രയും പെട്ടെന്ന് പിടികൂടി പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ബന്ധപ്പെട്ട അധികൃതരോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.